ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. വെൽക്കം ടു തജിക്കിസ്ഥാൻ. സോ ഞാൻ എൻ്റെ 15ാമത്തെ കൺട്രി ഇവിടെ വിസിറ്റ് ചെയ്തു ഗൈസ്. ഞാൻ ഈ ഒരു കൺട്രി ആയിരിക്കും ഞാൻ 15ാമത്തെ കൺട്രി ആയിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വന്നൊരു കൺട്രി, എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കൺട്രിയിൽ വന്നതാണ്. അധികം ആൾക്കാർക്കൊന്നും ഈ ഒരു കൺട്രീനെ കുറിച്ച് അധികം അറിയുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവത്തില്ല. സോ ഞാനും ഈ കൺട്രീനെ കുറിച്ച് കേട്ടിട്ട് ഏകദേശം 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. തജിക്കിസ്ഥാൻ എന്നുള്ളൊരു കൺട്രി വരാൻ പറ്റിയത് ഇപ്പോഴാണ്. സോ താങ്ക് യു. സോ എൻ്റെ ഗൈഡ് എനിക്ക് കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. കോള ഓക്കെ. എനിക്ക് കോളയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരുന്നതിന് മുമ്പ് തന്നെ എനിക്കിതൊക്കെ പറയേണ്ടി വന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ മോർണിംഗിലാണ്, അതായത് ഓഗസ്റ്റ് 3-ാം തീയതി മോർണിംഗിലാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കാര്യമായിട്ട് എവിടെയും കറങ്ങാനോ ഒന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല. ദുഷാൻബെ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോൾ തജിക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ്. സോ അവിടെ ഇപ്പോൾ കാര്യമായിട്ട് എന്താ കാണുള്ള വെച്ചാൽ എന്തൊക്കെയോ ഉണ്ട്. എൻ്റെ ഉറക്കവും മടിയും കാരണം ഞാൻ ഇച്ചിരി വെയിലടിച്ചപ്പോൾ തന്നെ ഉച്ചയ്ക്ക് കയറി കിടന്നുറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് എവിടെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു ലോക്കൽ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെയിൽ കാരണം അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ദുഷാൻബെയിലെ അധികം വിശേഷങ്ങളൊന്നും എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ആക്കാൻ പറ്റാത്തത്. സോ കറൻ്റ്ലി നമ്മൾ ദുഷാൻബെയിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഇസ്കന്ദർ കുൾ എന്ന് പറയുന്നൊരു ലേക്ക് കാണാൻ പോവാണ്. കുൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ഈ തജിക് ലാംഗ്വേജിൽ ലേക്ക്, അതായത് തടാകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അലക്സാണ്ടർ ഗ്രേറ്റ് അല്ലേ, പുള്ളിക്കാരനാണ് അത്ര ഈ പേര് ഇവിടെ ഈ ഒരു ലേക്കിന് ഈ ഒരു പേര് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു ലേക്കിലോട്ടാണ് പോകുന്നത്. ഞാനൊന്നും സെർച്ചൊന്നും ചെയ്ത് നോക്കിയില്ല. നോർമലി ഞാൻ സ്ഥലത്ത് പോകുമ്പോഴേക്കും എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ അവിടെ പോയി എത്തുമ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാറുള്ള മെയിൻലി. അപ്പം ഞാൻ തൽക്കാലം എനിക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എനിക്ക് പറഞ്ഞതാണ്. ഞാൻ ഗൂഗിളൊന്നും സെർച്ച് ആക്കാൻ വേണ്ടി പോയിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ എത്തിയതിനു ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ പറയാം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ദുഷാൻബെന്ന് പോകുന്ന വഴി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മരങ്ങൾ, 2 സൈഡിലും മരങ്ങളും, അതുപോലെ തന്നെ കുറേ ഫ്രണ്ടിൽ കുറേ മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും വരച്ചു വെച്ചത് കണക്കുണ്ട്. ഞാനത് കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ് എൻ്റെ യാത്ര ഇവിടെ ആരംഭിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല 2 സൈഡിലും ഇങ്ങനെ മലയും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നല്ല നിങ്ങൾക്ക് കാണിക്കാൻ പാകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. പിന്നെ ലേക്കും കാര്യങ്ങളൊക്കെ സൈഡിൽ കാണുന്നുണ്ടല്ലോ, ലേക്കും അതൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നല്ല രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാണിക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്നുണ്ടാവില്ല. ബിക്കോസ് നല്ല വെറിച്ച വെയിലത്ത് ഇപ്പോൾ എനിക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ തന്നെയല്ലേ. ഇനി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണാൻ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇത് ടണലാണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇരുട്ടിലോട്ട് പോകും ഗൈസ്. യെസ്, ഓ മൈ ഗോഡ്, അതെ ടണലായിരുന്നു. ബട്ട് ചെറിയ ടണലാണ് കേട്ടോ, കുഞ്ഞു ടണൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സീൻ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, നല്ല വെയിലുണ്ട് കേസ്. ഇവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് കണ്ടപ്പോ ഇവരെന്നെ ഇവിടെ കാണാൻ വേണ്ടിട്ട് ഇറക്കിയതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ബ്ലൂ വാട്ടർ. സംഭവം നല്ല അടിപൊളിയാണ്. ഇതുണ്ടോ, എന്റെ ചുറ്റും മൗണ്ടെയിൻസ് ആണ്. നമ്മളെ വന്നത് തന്നെ കുറെ മൗണ്ടെയിൻസിന്റെ ഒക്കെ ഇടയിൽ കൂടെയൊക്കെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിവേസ്, അപ്പം എനിക്ക് ഇത്ര വെയിൽ കൊണ്ടിട്ട് പുറത്തേക്കാനുള്ള താക്കത്തില്ല ഗൈസ്. അപ്പൊ ഞാൻ എന്റെ യാത്ര ഒക്കെ തുടങ്ങട്ടെ.
നമുക്ക് വണ്ടി കയറി ഇരിക്കാം. എത്ര സൺ പ്രൊട്ടക്ട് ഇട്ടുന്നുണ്ടെങ്കിലും ടാൻ അടിക്കും നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് ദുബായിൽ തിരിച്ചു പോകുമ്പോഴത്തേക്കും നീ ഏതാന്ന് എന്റെ അടുത്ത് ആരും ചോദിക്കരുത്. അതുകൊണ്ട് ഞാൻ കയറി. ഇനി വേറെ എന്തെങ്കിലും നല്ല സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ഇതുപോലെ കാണാം. നോക്കിക്കേ, ചുമന്ന കളറിലുള്ള മല. ഞാൻ പല കളറിലും മലകൾ കണ്ടിട്ടുണ്ട് ഗൈസ്. നല്ല കറുത്ത മലേ. അയ്യോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആക്ച്വലി ഈ ചുമന്ന മല കണ്ടിട്ടാട്ടോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചത്. അപ്പത്തേക്കും കറുത്ത മല. ആക്ച്വലി ഇത് കറുത്ത മലയൊന്നും അല്ല. ആണോ? അയ്യോ, എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ വിചാരിച്ചു ഈ മേഘങ്ങളില് ഇങ്ങനെ ഇത് നിന്നിട്ട് ഈ മേഘങ്ങൾ കാരണം ഇതിന്റെ ആ ഒരു ഇതാണ് ആണോന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. ഫൈനലി ഞാന് ഇസ്കന്ദർ കുല്ലിൽ എത്തിയിട്ടുണ്ട്. ദുഷാൻബേന്ന് നമ്മള് 10:30 മണിക്കാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടത്തോട്ട് എത്താൻ വേണ്ടി ഏകദേശം 2.5 മണിക്കൂർ എടുത്ത്. ഇപ്പൊ കറന്റ് സമയം എന്ന് പറഞ്ഞാൽ 1 മണിയാണ്. നല്ല വെയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി സറൗണ്ടഡ്, ലൈക് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് മൗണ്ടെയിൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് അധികം ചൂട് ഫീൽ ചെയ്യുന്നില്ല. തണുത്തൊരു കാറ്റാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ടയർനെസ്സും ഫീൽ ചെയ്യുന്നില്ല ഇവിടെ എത്തിയതിനു ശേഷം. പിന്നെ ഈ 2.5 മണിക്കൂർ കാറിൽ എനിക്ക് ബോറൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ ഗൈഡ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലെങ്കിൽ മിണ്ടാനൊന്നും പറ്റിയില്ലെങ്കിലും നെറ്റ്വർക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഈ മൗണ്ടൻസിന്റെ ഇടയിൽ കൂടെ കംപ്ലീറ്റ്ലി, അല്ലെ ദുഷാൻബേന്ന് വിട്ടിടം മുതൽ ഇവിടം വരെ നമുക്ക് കംപ്ലീറ്റ്ലി മൗണ്ടൻസ് ആണ് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നത്. അയ്യോ, എന്റെ കയ്യിലൊരു ഈച്ച ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം എനിക്കിത് കണ്ടപ്പോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയ സമയത്ത് കുറെ ലോങ് വെച്ചാണ് നമുക്കൊരു ലേക്ക് കാണാൻ പറ്റിയത്. ഇതിപ്പോ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും, പക്ഷെ ഞാൻ ഇറങ്ങുന്നില്ല, ഷൂസും സോക്സും ഒക്കെ ഇട്ടിരിക്കുന്നോണ്ടേ. അപ്പൊ ഞാൻ ഇത് ഇവിടുന്ന് മുകളിൽ കാണിക്കാനാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ എത്രത്തോളം ഇതിന് അടുത്താണെന്ന് കാണിക്കാനാണ് താഴോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളിയാ. എന്തായാലും ഞാൻ ഇനി കൂടുതൽ ഓവർ ഒന്നും ഇടുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഷ്, ശരിക്കും പറഞ്ഞു ഞാനൊരു കടൽ തീരത്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ അറിയോ, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് തിരമാലകൾ ഗൈസ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കടൽ തീരത്ത് പോയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ തിരമാലകളുടെ സൗണ്ട് കേൾക്കില്ല, അതുപോലെ എനിക്കിങ്ങനെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാകും. എനിക്ക് കേൾക്കുന്ന കണക്ക് തന്നെ. പക്ഷെ എനിക്ക് കാണുന്ന കണക്ക് അല്ലാട്ടോ എനിക്ക് ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടാവുക. നോർമലി ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അയ്യോ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അതേ ആ ഒരു ബ്യൂട്ടി ഈ ഫോണിൽ കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷെ എക്സാക്ട്ലി അങ്ങനെ അല്ല കേട്ടോ. പിന്നെ ഇവിടെ എന്തിനാ ഇവരിങ്ങനെ മത്തങ്ങ ഇട്ടിരിക്കണമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. മത്തങ്ങ. പിന്നെ ഇവിടെ കുറെ കഫേ ആൻഡ് കുറെ ഷാക്സ്, കുറെ മജ്ലിസ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് ഫോട്ടോ പിടിക്കുന്നത് എന്റെ ഗൈഡാണ് ഗൈസ്. അവിടെ ഒരു പെണ്ണ് ആത്മഹത്യക്ക് ഒരുങ്ങുകയാണോ? ലൈവായിട്ട് നമുക്കത് കിട്ടുമോ ഗൈസ്? അറിയത്തില്ല. എനിക്ക് അതുപോലെ ഇരിക്കണമെന്നുണ്ട് ഇറങ്ങിയിട്ട്. പക്ഷെ ഷൂ ആയതുകൊണ്ട് നനയ്ക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പിന്നെ വേറെ ഷൂ ഞാൻ എടുത്തിട്ടില്ലാത്തത് കൊണ്ടും ആയതുകൊണ്ടും മാത്രം. പിന്നെ അവിടെ ആക്ച്വലി അവിടെ കാണുന്ന ആ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചെറിയ ചെറിയ റിസോർട്ട്സും ഹോട്ടലും ഒക്കെയാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴി തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ആക്കാൻ പറ്റും. എനിക്ക് പക്ഷെ സ്റ്റേ ആക്കണമെന്നില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ഇവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് പോകണം എന്നാണ്. ബിക്കോസ് കുറച്ച് നേരം ഒരു ഈവനിങ് വരെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട്, ഇപ്പോൾ 1 മണി ആയിട്ടുള്ളൂ, ഒരു ഈവനിങ് വരെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസം. എനിക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നറിയാം. എനിക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഞാൻ എന്താ ഫീൽ ചെയ്യുന്നുള്ളത് എനിക്ക് ഇതിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഗൈസ്. എൻ്റെ ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഞാൻ കാണുന്ന ആ ഒരു സംഭവങ്ങളൊന്നും എനിക്ക് അതേപോലെ ഷെയർ ആക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇച്ചിരിയെങ്കിലും ഒരു കുളിര് തോന്നുന്നുണ്ടാവും എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വെയിർച്ച വെയിലത്ത് എന്ത് ഫീൽ തോന്നാനല്ലേ. എനിക്ക് തന്നെ ലൈക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഈ വെറച്ച വെയിലിൻ്റെ അടുത്ത് തന്നെ അടിപൊളിയാണ്, സൂപ്പറാണ്, ബ്യൂട്ടിഫുൾ ആണെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ആകെപ്പാടെ എനിക്ക് വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്റെ കയ്യിരിക്കുന്ന ഈ സെൽഫി സ്റ്റിക്കാണ്. ഈ സെൽഫി സ്റ്റിക്ക് തീരെ കംഫർട്ട് അല്ല, ഭയങ്കര കുലുക്കമാണ്. നടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുലുങ്ങുന്നുണ്ട്. ഞാനല്ല വാങ്ങിച്ചത്, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എയർപോർട്ടിൽ കൊണ്ട് തന്നതാണ് കേട്ടോ. പക്ഷെ ഇതിന് ഇത്രയും കുലുക്കമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിനെ അവിടെ എടുത്തെറിഞ്ഞിട്ട് ഞാൻ വന്നേന്. കാരണം
ഭയങ്കര കുലുക്കോ. ഞാൻ വണ്ടിയിലേക്ക് ഇരിക്കുന്ന സമയത്ത് വീഡിയോസ് മാക്സിമം എനിക്ക് നല്ല നല്ല സ്ഥലങ്ങൾ എത്തിയപ്പോൾ എനിക്ക് അധിക പക്ഷം എടുക്കാൻ വേണ്ടാത്തത് ഈ ഒരു കുലുക്കം കാരണമാണ്. ഒന്നാമത് വണ്ടിയില്, രണ്ടാമത് കുലുക്കം. ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഞാൻ വന്നത്. അയ്യോ ഭയങ്കര വേർത്താണ് കേട്ടോ, വേർത്ത് ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഇത് കാണാനാണോ വന്നത് അങ്ങനെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്. ഇനി ഇതിന്റെ മണ്ടക്കേറി ഇരിക്കുമ്പോൾ ശരിക്കും ഇത് ഏത് കളറാണെന്നുള്ള നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാൻ കേട്ടോ. കാരണം എനിക്കാണെങ്കിൽ ഇതൊരു ബ്ലൂ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബ്ലൂ മീൻസ് ഒരു ടർക്കോയ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറായിട്ട് ഇതിന് തോന്നുന്നത്? പച്ചയാണോ? ഞാൻ ബ്ലൂ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അതല്ലല്ലോ ബ്ലൂ, ഇതല്ലേ ബ്ലൂ. ഇനി ഇതെന്ത് അല്ല, സിമിലർ ആണേ. നോക്കിക്കേ, ഞാനിത് ഉദ്ദേശിച്ചിട്ടാണ് ബ്ലൂ എന്ന് പറഞ്ഞത്. പക്ഷെ ടർക്കോയ്സ് ഓർ ഗ്രീൻ എനിക്ക് അറിഞ്ഞൂടാ, ഓരോരുത്തർക്കും ഓരോ കളർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് കളർ ബ്ലൈൻഡ് ഉണ്ടെന്നാണ്. ഞാൻ കാണുന്ന കളർ തന്നെയാണോ നിങ്ങൾ കാണുന്നത്, എനിക്ക് കാണുന്ന കളറാണോ നിങ്ങൾ കാണുന്നത് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും കാണാം. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫ്ലാഗ് എന്ന് പറയുന്നത്. നമ്മളെ ഇന്ത്യന്റെ പോലത്തെ കളറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ഇന്ത്യന്റെ ഫ്ലാഗിന്റെ സിമിലർ ആണ്, വെരി സിമിലർ ടു ഇന്ത്യൻ ഫ്ലാഗ്. നമ്മുടെ ടോപ്പിൽ വന്നിട്ട് നമുക്ക് വന്നിട്ട് സാഫ്രോൺ റെഡ് ആണ്, ഇവിടെ വന്നിട്ട് നോർമൽ റെഡ് ആണ്. പിന്നെ നമുക്ക് സെന്ററിൽ വന്നിട്ട് അശോക ചക്ര ഉണ്ട്. ഇവരുടെ സെന്ററിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രൗണും 7 സ്റ്റാറും ആണ് ഉള്ളത്. ബട്ട് എന്നാലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിപ്പോട്ടോ, നമ്മളുടെ ഫ്ലാഗും ഇവരുടെ ഫ്ലാഗും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഭയങ്കര സെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ പിടിച്ചിട്ടടിക്കും. സിമിലർ. ഇവിടെ ഇരിക്കാൻ വേണ്ടി കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ഇത് തടിയാണ് കേട്ടോ, തടി കൊണ്ട് ഇരിക്കാൻ വേണ്ടി ഇത് സോറി അതല്ല ഇത് നമുക്കിവിടെ സിറ്റ് ആകാം. സിറ്റ്. അവിടെ നിന്ന് കുറെ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ടൈം 2 മണി. ഞാൻ ഇവിടെ വന്നപ്പോൾ സമയം പോയതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എന്റെ ഫോണിന്റെ ചാർജും കഴിഞ്ഞു. പവർ ബാങ്ക് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഗേസ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഈ ഓൺ ദ വേയില് ഒരു കോൾ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു കഫേയിൽ കയറിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഇവരുടെ നാഷണൽ ട്രഡീഷണൽ ഫുഡ് കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇതിനെ കുർത്തോബ് എന്നാണ് പറയുന്നത്. സോ ഞാൻ ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ ഫുഡ് എന്താണെന്നുള്ള കാണിച്ചിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ എന്താണെന്നുള്ള. സോ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കുർത്തോബ്. ഇത് ആക്ച്വലി വന്നിട്ട് ഒരു ബ്രെഡാണ് ഇതിന്റെ ബേസ്. അതിന്റെ മെഗല്ല ഇത് ഈ വൈറ്റ് കളറിൽ കാണുന്നത് ചീസും അതുപോലെ തന്നെ നമ്മുടെ യോഗേർട്ടും ആണ്. പിന്നെ ഇതിൽ വെജിറ്റബിൾസ് വരുന്നത് തക്കാളി, കുക്കുംബർ, പിന്നെ ഒരു മുളകൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ സവാളയൊക്കെ ഉണ്ട്. മെഗൽ കാണുന്നത് ബീഫാണ് കേട്ടോ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പം എൻ്റെ കൂടെ വന്ന ഗൈഡും ഈ സെയിം സാധനം തന്നെയാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. അവരിവിടെ കഴിച്ചു തുടങ്ങി. ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു ഫുഡ് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബഹ്റൈനിൽ പോയ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ. അത് വന്നിട്ട് കുഫ്ത ലബനാൻ എന്ന് പറഞ്ഞൊരു ഫുഡാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതുപോലത്തെ എന്തോ ആണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കട്ടെ. അയ്യോ എനിക്ക് എന്താ ടേസ്റ്റ് ഒന്നും പറഞ്ഞുതരാൻ വേണ്ടി പറ്റുന്നില്ല. എന്തേലും ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഒരു പുളിപ്പുണ്ട്. പിന്നെ ബ്രെഡ് ഇതിൽ കൊമറ്റി വെച്ചിട്ടാണ് ഒരു സെർവ് ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഹോഴ്സ് മീറ്റ് ആണെന്നുള്ളത്. പിന്നെയാണ് ഒരാൾ എന്നിട്ട് പറഞ്ഞതും അല്ല ബീഫാണ് എന്നുള്ളതും. അറിഞ്ഞൂടാ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നുണ്ടോ. ശരിക്കും ഭയങ്കര യമ്മായിട്ടുള്ള ബീഫാണ് കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ. ഈ ബ്രെഡ് ആക്ച്വലി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ചീസിലും യോഗട്ടിലും സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡും കൂടെയാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ചവയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് ഞാൻ ഇവിടുന്ന് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയത് എനിക്ക്. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കൊതി ആർത്തിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞാൻ വിചാരിച്ചത് ഞാൻ കംപ്ലീറ്റ് ആക്കുമെന്ന്. ബട്ട് ഇത്രയും സമയം എടുത്തിട്ടും എനിക്ക് ഇതിന്റെ ഹാഫ് ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ടേസ്റ്റ് ഞാൻ പറഞ്ഞാണ് ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റ് ഒക്കെയാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ വയറിൽ ഇത് കൊള്ളുന്നില്ല ഗൈസ്. എനിക്ക് ഇവിടെ വരെ നിറഞ്ഞിരിക്കണം എനിക്ക് തോന്നുന്നുണ്ട്. ഒരു നിറച്ചുണ്ടായിരുന്നു. ഞാൻ ഇത് കാണുമ്പോൾ വിചാരിച്ച് ഇതിപ്പോ ഞാൻ തീർക്കും, എന്നിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ആക്കുമെന്നൊക്കെ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരാളൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ
തന്നെ നമുക്ക് കൊതിയോടുകൂടെ നമ്മൾ കഴിച്ചേരാം. എപ്പോഴും ഇങ്ങനെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കഴിച്ചാൽ പെട്ടെന്ന് മടുക്കും. ഇതെനിക്ക് ഇഷ്ടമായി, പക്ഷെ ഇത് ഒരുപാട് കഴിച്ചത് പോലത്തെ ഒരു ഫീലാണ്. ബീഫിന്റെ പീസ് ഇവിടെ ബാക്കിയുണ്ട്. ഒരു പാർട്ട്ണറും കൂടെ എനിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിലുണ്ടല്ലോ ആസ്വദിച്ച് കഴിക്കായിരുന്നു. അപ്പുറം ഇപ്പുറം അടി ഉണ്ടാക്കിയിട്ട് അയ്യോ തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കായിരുന്നു. ബട്ട് മൈ ഫേത്ത്, ഞാൻ ഒറ്റയ്ക്ക് വന്നു ഗൈസ്. എന്റെ ഇടയ്ക്കിടയ്ക്കുള്ള യാത്രകളിൽ ഞാൻ ചിന്തിക്കാറുള്ള കാര്യങ്ങളുണ്ട്, ആരെങ്കിലും കൂടെ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത്. ഇപ്പോഴും എനിക്ക് അതേ ഫീൽ ഉണ്ടായിരുന്നു. എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും ഷെയർ ചെയ്യായിരുന്നു എന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന സമയത്ത് ഞാൻ ഇതിന്റെ ചുറ്റും കാണിച്ചപ്പോഴേക്കും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പം ഈ ഒരു കഫേ നിറഞ്ഞു, ഒരു ടേബിളിലും ഒഴിവില്ല, അത്രയധികം ആൾക്കാരായി. കണ്ടോ ഷേക്കിംഗ് കണ്ടോ? ഈ ഒരു ഷേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറയുന്നത് സെൽഫിസ്റ്റിക്ക് പോരാഞ്ഞിട്ടാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ പറഞ്ഞ കഫേയിലുണ്ടല്ലോ എല്ലാം കിട്ടും. ഫുഡ് മാത്രമല്ല പച്ചത്തണ്ണിയും കിട്ടും. എന്റെ അപ്പുറം ഇപ്പുറപ്പുള്ള എല്ലാ ആൾക്കാരും, ഞാനും വാങ്ങിച്ചിട്ടുണ്ട് ഒരു പച്ചത്തണ്ണി. പക്ഷെ അത് ചൂടുള്ള പച്ചത്തണ്ണി ആയിപ്പോയി ഗൈസ്. എനിക്ക് തണുപ്പുള്ളത് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയില്ല. തൽക്കാലം ഞാൻ ഈ ചൂട് പച്ചത്തണ്ണി അകത്താക്കട്ടെ. വെയിലൊക്കെ പോയി നല്ല തണലായി, നല്ല രസമുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. കൊള്ളാം. പക്ഷെ മിണ്ടാനും പറയാൻ ആരും ഇല്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. വേറെ ഒരു സങ്കടം എനിക്ക് ഇവിടെ വന്നിട്ടില്ല. എനിക്കിതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഞാൻ എന്താ ഫീൽ ചെയ്യുന്നുള്ളതൊക്കെ ഒന്ന് പറയണം. എന്റെ എക്സൈറ്റ്മെന്റ് കാണിക്കണം. എനിക്ക് 4 വർത്താനം പറയണം, കുറച്ച് പരദൂഷണം പറയണം. ഇതിനൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ വിളിച്ചിട്ട് സംസാരിക്കാനും പോലും എനിക്ക് ഡാറ്റ ഇല്ല കേട്ടോ. കാരണം ഡാറ്റ ഉണ്ട്, നെറ്റ്വർക്ക് ഇല്ലെന്നേ ഉള്ളൂ. ഡാറ്റ ഒക്കെ ഉണ്ട്. ബിക്കോസ് ഞാൻ വന്ന സമയത്ത് സിം എടുത്തിട്ടുണ്ടായിരുന്നു. വന്ന സമയത്തല്ല, ഇന്നാണ് ഞാൻ സിം എടുത്തത്. പക്ഷെ ഫായത നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല പ്രോപ്പർ ആയിട്ട്. അതുകൊണ്ട് എനിക്ക് ആരും തിരിച്ച് സൊള്ളാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് നിങ്ങളൊക്കെ സംസാരിക്കേണ്ടതാണ്. സോ ഞാൻ സംസാരിച്ച ബ്ലോഗിന്റെ ലെങ്ത് കൂടുന്നില്ല ഗൈസ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ ഓടിച്ചാടി വന്ന എവിടെയാണെന്നറിയോ? വാഷ്റൂമിക്ക് പോകാനാണ്. ഇവിടെ ഉള്ള ഭയങ്കര വലിയ ടാസ്ക് ഞാൻ വന്നതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും വാഷ്റൂം ആണ്. ആ വാഷ്റൂം കിട്ടായിക്കുന്നില്ല, എല്ലാ സ്ഥലത്തും വാഷ്റൂം കിട്ടും, പക്ഷെ വെള്ളം എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല കേട്ടോ. ഭയങ്കര ടാസ്ക്, പക്ഷെ ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ ഞാൻ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ എവിടേക്കും വാഷ്റൂം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. സോ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെയും സെയിം പ്രോബ്ലം. അപ്പോൾ ഞാൻ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും. ലുക്കത്ത ഈ സാധനത്തിൽ വെള്ളം നിറച്ചിട്ട് വേണം അകത്ത് പോകും. പണ്ടത്തെ നമ്മളെ ഉമ്മമാരൊക്കെ ഇങ്ങനെ കഥ പറയുവേ, പണ്ടൊക്കെ ഇങ്ങനെ വാഷ്റൂം ഇല്ലാത്ത സമയത്ത് അവിടെ ഇവിടെ അങ്ങനെ അപ്പുറപ്പുറമൊക്കെ പോയി ആ കഥ പറയുന്ന കൂട്ടത്തില് ഇത് ഉണ്ട്. ഈ ഒരു സാധനം അവിടെ ഒരു വലിയൊരു റോളാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ വന്ന സമയത്തും എനിക്ക് ഈ സാധനം ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് പോണമൊക്കെ കൊണ്ടുപോയി ഇവര് സമ്മതിക്കോ കൊണ്ടുപോകാൻ വേണ്ടിട്ടെന്നൊക്കെ. സോ ഇങ്ങനെയുള്ള കൺട്രികളിലൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളത്തിന്റെ പ്രശ്നം, വാഷ്റൂമിലെ. അപ്പൊ എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും വന്നപ്പോൾ ആകെ ചടപ്പുണ്ടായെന്ന് പറയുമ്പോൾ റൂമിൽ കത്താഫ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്നൊരു കപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയണല്ലോ, ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എല്ലാവരും പറയും ഭയങ്കര ലക്കിയാണ്, അവിടെ കാണാൻ പറ്റി, ഇവിടെ കാണാൻ പറ്റി, അവിടെ പോകാൻ പറ്റി, ഇത് തിന്നാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. എന്നാലും നിങ്ങൾ അറിയണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും പ്ലാൻ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും നമുക്ക് അറിയണ്ടാവില്ലല്ലോ, അത് വന്നു കഴിഞ്ഞാൽ അറിയണ്ടാവുള്ളൂ. സോ ഇങ്ങനെ യൂറോപ്യൻ കൺട്രീസും സെൻട്രൽ ഏഷ്യൻ കൺട്രിയിലൊക്കെ മെയിൻലി ഈ വാഷ്റൂമിൽ വെള്ളത്തിന്റെ പ്രോബ്ലം ഉണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇത് മുസ്ലിം കൺട്രി ആണ്, മെജോറിറ്റി മുസ്ലിംസ് ആണെന്ന് പറഞ്ഞാൽ പോലും അതൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഈവൻ ഇഫ് ഞാൻ ഈജിപ്തിൽ പോയ സമയത്ത്, ഈജിപ്റ്റ് അറിയാമല്ലോ മുസ്ലിം കൺട്രിയാണ്, മെജോറിറ്റി മുസ്ലിം കൺട്രിയാണ്. ബട്ട് എന്നാൽ പോലും അവിടെ വെള്ളമില്ല. അങ്ങനെ കുറേ കൺട്രികളുണ്ട്. അതിലൊരു കൺട്രിയാണ് നമ്മുടെ തജിക്കിസ്ഥാനും. സോ ഇവിടെ നിന്ന് ഇപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അവിടെ പോകണമെന്നാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ പറ്റത്തില്ല, ഞാൻ അവിടെ കൊണ്ടുപോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കട്ടെ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നുള്ള. ലേക്കാണ് ബാക്കിൽ കാണുന്നത്. ഞാൻ സിനിമാറ്റിക്കിൽ എടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്നാൽ ആ ഒരു ഷെയ്ഡ്സ് കാണുന്നില്ല, ബ്ലൂ കളർ അല്ല പച്ച ടർക്കോയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ലേക്കിലോട്ട് പോകാം. ലേക്കിലെത്തിയതിന് ശേഷം അത് കാണിക്കാൻ പാകത്തിനുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ ഈ സുന്ദരമായിട്ടുള്ള ലേക്ക് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നെ പിടിച്ചിട്ട് വാട്ടർഫാൾ കാണിച്ചിരാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ എത്തിയപ്പോൾ എന്താ പറഞ്ഞറിയോ? ജസ്റ്റ് 2 കിലോമീറ്റർ വാക്കിംഗ്. എന്നെ പറഞ്ഞ് പറ്റിച്ച്. ഈ 2 കിലോമീറ്റർ ലൈഫിൽ ഞാൻ 200 മീറ്റർ പോലും നടന്നിട്ടുണ്ടാവത്തില്ല. എന്നെ കൊണ്ട് 2 കിലോമീറ്ററാണ് നടത്തിപ്പിക്കുന്നത്. പിന്നെ ഈ വഴികളിൽ കുറെ പ്ലം മരമുണ്ട്. എനിക്ക് അപ്പുറത്തൊരു പ്ലം ഒക്കെ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നിറച്ചും പ്ലം ആണ്, കണ്ടോ? ഇഷ്ടംപോലെ. എനിക്ക് തോന്നുന്നു ഇലകളെക്കാളും കൂടുതലും പ്ലംസ് ആണുള്ളത്. ഞാൻ കഴിച്ചു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫ്രഷ് ആയിരുന്നു, ഭയങ്കര. പിന്നെ മരത്തിനെടുക്കുമ്പോൾ ഫ്രഷ് അല്ലാണ്ട് എന്ത് തേങ്ങയല്ല ഞാൻ പറയുന്നത്. എനിക്ക് നീ ഇടയിട്ട് എന്നെ സംസാരം പിടിക്കുന്നില്ല. മൈ ഗോഡ്, എന്നാലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. റബ്ബേ, മനുഷ്യന്റെ കാര്യം. ഞാൻ അവിടെ ആകെ ഇച്ചിരി പോലാണ് കഴിച്ചത്. എന്നെ ഇങ്ങനെ നടത്തി എനിക്ക് വീണ്ടും വിശക്കൂലേ, എന്തോ ചെയ്യാൻ റബ്ബേ.
ശരിക്കും ഞാൻ ട്രാപ്പിൽ പെട്ടു ഗൈസ്. ഇങ്ങനെ ഒരു വഴി കൂടെയാണ് പോണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ബിക്കോസ് അത് എന്നെ കൊണ്ട് പറ്റാത്തൊരു ഏർപ്പാടാണ്. കാരണം നോക്കൂ, ഞാൻ എങ്ങനെ പോകും ഇതിൽ കൂടെ? യാ അല്ലാ, എന്റെ റബ്ബേ. എനിക്ക് കൈ പിടിച്ചെന്നെ ഇറക്കാൻ ആളുണ്ട് ഗൈസ്. അല്ലാ, ഓക്കെ. ഇനിയിപ്പോ ഞാൻ ലൈവായിട്ട് വീഴുന്നോണ്ട് നിങ്ങൾക്ക് കാണാം ഗൈസ്. ഞാൻ എന്തായാലും കട്ടാക്കുന്നില്ല. ചില്ലറ പണിയൊന്നുമല്ല ഈ ട്രിപ്പ് പോണത്. ചില്ലറ പണിയല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓരോ സ്ഥലത്ത് എത്താൻ വേണ്ടി അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. സോ നമ്മുടെ ഹെൽത്ത് എല്ലാം നമ്മൾ നോക്കണം. ഇപ്പൊ തന്നെ ഞാന് മടുത്തു. കാരണം ഈ വള്ളിയും ചുള്ളിയൊക്കെ എന്റെ കയ്യിൽ കയറി കൊണ്ടുവരും. ഇവിടെയൊക്കെ ഇതാ കീറി, ഡ്രസ്സൊക്കെ കീറി. ഡ്രസ്സിന്റെ അല്ല, പറയാം അതിനെ കുറിച്ച്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 25 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. ഞാരുമായിട്ടുള്ള വഴിയാണ്. എങ്ങനെ ഞാൻ കൂടെ പോകും? ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ് കേട്ടോ. ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലവാ തജിക്കിസ്ഥാൻ. എനിക്ക് ഇന്ന് മനസ്സിലായി. എന്നാണ് എനിക്ക് മനസ്സിലായത് ഈ സ്ഥലം അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. ഫൈനലി ചത്ത് മരിച്ച് ഞാനിവിടെ വാട്ടർഫാളിന്റെ എനിക്ക് വയ്യ. Oh my god, oh my god. ഞാൻ ഇത്രയും നടന്നതിൽ എനിക്ക് ഒരു സങ്കടമില്ല, ഒരു നഷ്ടമില്ല. ഞാൻ കാണുന്നുണ്ടല്ലോ, അതെനിക്ക് ഇതിന് കാണിച്ചത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് ഭയങ്കര സ്പെഷ്യൽ ആവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അയ്യോ എനിക്ക് എന്റെ ഹാർട്ട് ഇപ്പൊ പൊട്ടും. നോക്കിയേ. സോറി ഗൈസ്, എനിക്കിപ്പോ ഇവരുടെ പിന്നാമ്പുറം കാണിച്ചു തരാനേ പറ്റുന്നുള്ളൂ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്റെ ഫോണ് വീഴുമെന്ന്. അയ്യോ അയ്യോ എനിക്ക് എന്റെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര തട്ടുപൊളിപ്പനാണ്. അയ്യോ 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 അയ്യോ, മൈ ഗോഡ്. ഈ ഒരു കമ്പിന്റെ മേലാണ് ഇത് നിൽക്കുന്നത്. ഒരു സപ്പോർട്ട് ഇല്ല. നോക്കിക്കേ, വേറെ സപ്പോർട്ട് എന്താ? ഇതാണ് ഈ ഒരു സപ്പോർട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്റെ മണ്ടയ്ക്ക്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. നോക്കിക്കേ, ചാടാൻ തോന്നുന്നു റബ്ബേ. ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കട്ടെ. എന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്റെ കൈ വിറയ്ക്കുന്നതാണ് കേട്ടാ. കാറ്റൊന്നും എന്റെ കൈ വിറയ്ക്കുന്നതാണ്. ഞാൻ ഇതുവരെക്കും വെള്ളച്ചാട്ടം താഴെന്നല്ലാണ്ട് മേലെന്ന് കണ്ടിട്ടില്ല. നിങ്ങളാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടം മേഖലയിൽ നിന്ന് കാണുന്നേ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. കുറച്ചുകൂടെ മണ്ടപ്പെട്ട് കാണാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി മെകളിൽ കയറിയിട്ട് എന്റെ ഈ സ്വഭാവം കാരണം എന്റെ താഴത്തളിടാനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പോയി നോക്കാം. ഞാൻ മതി മറന്ന് ഇവിടത്തെ ആരെങ്കിലും കെട്ടി ഇവിടെ അങ്ങ് കൂടിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഞാൻ എങ്ങനെ കേറും? ഇതിന്റെ മണ്ടയിൽ ഞാൻ എങ്ങനെ കേറും? അങ്ങേർക്ക് ആരോഗ്യം ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ മണ്ടയിലൊക്കെ കേറുന്നു. ഇല്ലെങ്കിൽ എന്താകും എന്റെ കഥ. ഇല്ല, എനിക്ക് പേടിയാ, ഞാൻ നോക്കൂല.
എന്നെ 2 കിലോമീറ്റർ നടത്തിച്ചെന്ന് പറഞ്ഞിട്ട് ഞാന് എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് അറിയാൻ പാടില്ല. ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ ഞാൻ എന്തൊക്കെയാ കാണുന്നത് നോക്കിട്ട്. അയ്യോ ഓ ഇതിന് 2 കിലോമീറ്ററിലാ എത്ര വേണേ നടക്കാം. ഞാൻ ഇതിന്നൊരു കാര്യം മനസ്സിലാക്കി. ഇനി ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോ ഞാൻ ബാക്കോട്ട് അടിക്കത്തില്ല. ഞാൻ ഇതുവരെയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇല്ല വേണ്ട പറ്റത്തില്ല, എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കലാണ്. പക്ഷെ ഇന്ന് ഞാൻ അതിന്റെ ആ ഒരു സുഖം മനസ്സിലാക്കി. കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അതിന് മടിച്ചു നിൽക്കുന്നത്. സോ ഞാൻ ഭയങ്കര ഒരു പീക്ക് മൂവ്മെന്റിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ആണ് ഞാനിപ്പോ ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറിയത്. താങ്ക്സ് ടു മൈ ഗൈഡ് എന്നെ ഇതൊക്കെ വരെ കൊണ്ടുവന്നേന്. എന്റെ ആവേശമൊക്കെ പോയി. എനിക്ക് മതിയായി. അയ്യോ എന്തൊക്കെയാ ഞാൻ പറഞ്ഞ് തള്ളിയത് എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെയോ ഞാൻ പോയി ചെയ്യുമെന്നോ എവിടേക്കോ ഞാൻ പോകുന്നോ മതിയായി ഗൈസ്, മതി. എനിക്ക് മരിച്ച് നോക്കിക്കേ. നമ്മള് ഏകദേശം വന്ന വഴി എത്തിയിട്ടുണ്ട്. പ്ലംസ് ഒക്കെ താഴെ കിടക്കുന്നു. കൈ എത്തിക്കഴിഞ്ഞാൽ പറിക്കാൻ പറ്റുന്ന അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പറിക്കാം. ഞാന് കഴിച്ചതൊക്കെ വെള്ളമായിപ്പോയി. നല്ല വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. ഈ മരത്തില് എത്തി പറിയാനൊക്കെ ഉണ്ട്. എന്നാലും വേണ്ട, കുറച്ച് നല്ല മരുന്നൊക്കെ പഠിക്കാം. എൻ്റെ ഗൈഡ് എന്നെ തിരിഞ്ഞു നോക്കാണ്ട് എവിടെയോ എത്തി. ഞാൻ വല്ലയിടത്തും മീൻ എടുക്കണമെന്ന് പോലും നോക്കിയില്ല. അതാണ് ഞാൻ ചത്ത് എൻ്റെ തൊണ്ടയൊക്കെ നീറുന്നു. ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വ്ളോഗ് നമുക്ക് വെച്ച് വൈൻഡപ്പ് ചെയ്യാന്നുള്ള. നീ എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇന്നിനി എവിടെയൊക്കെ ഇല്ല. ഞാൻ പറിച്ച് ഗൈസ്. ചെറുതാണ്, കുഞ്ഞാണ്, നല്ല വലുതാവാനൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ കഴിച്ച സാധനം നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ സാധനം. ഓക്കെ, അത് എൻ്റെ കയ്യിൽ വന്നതാ, ഞാൻ പറിച്ചതല്ല കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ, നമുക്ക് കഴിച്ചു നോക്കാം. ഇവിടെ ഫുള്ളും പ്ലംസും പിന്നെ മാതളം ഉണ്ട്, പൊമഗ്രാനറ്റും ആണ് കൂടുതൽ ഞാൻ കണ്ടതും. ഇനി എവിടേക്ക് ഞാനില്ല, ഞാൻ പോകണം കേസ്. നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അല്ലാണ്ട് എൻ്റെ കട്ടയമോട് മടങ്ങണം എനിക്ക് കാണിക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ കുഴഞ്ഞു വീണത് എൻ്റെ ആത്മാവാണ് എന്ന്. വയ്യാണ്ടിട്ട് ഞാൻ കുറച്ച് നേരം ചോച്ചം മുട്ടിയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. ഇനി നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്തി. ഇനി ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ വണ്ടിയിൽ. അതായത് ഇങ്ങനെ സ്ഥലം നമ്മൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ ആയിരിക്കും. അതായിരിക്കും. ടാറ്റാ ബൈ ബൈ, അസ്സലാമ.